എടക്കാട്ടുവയൽ പഞ്ചായത്തിലെ തിരുമറയൂർ പാടശേഖരത്തിന് ഇത് പുത്തനുണർവിന്റെ കാലം. തരിശുകിടന്ന 9 ഏക്കർ പാടത്ത് വെളിയനാട് 1000 പറ സൗഹൃദ സംഘം നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ആവേശകരമായി. വെളിയനാട് പാലക്കാപ്പടവ് പാടശേഖരത്തിൽ സംഘടിപ്പിച്ച കൊയ്ത്തുത്സവം മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയ സോമൻ ഉദ്ഘാടനം ചെയ്തു. എടക്കാട്ടുവയൽ പഞ്ചായത്തിലെ തിരുമറയൂർ പാടശേഖരത്തിൽ തരിശുകിടന്ന 9 ഏക്കർ വയൽ പാടത്തിനടുത്ത് ആരംഭിച്ച നെൽകൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. വെളിയനാട് പറവേലിത്താഴം പാലക്കാപ്പടവ് പാടശേഖരത്തിൽ നടന്ന കൊയ്ത്തുത്സവം അകാലത്തിൽ വേർപെട്ട അരുണിന്റെ സ്മരണയിൽ ആരംഭിച്ചു. പോലീസ് സർവീസിൽ സേവനമനുഷ്ഠിക്കുന്നവരടക്കം 21 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇന്ന് ഈ കൃഷി നടത്തിയിട്ടുള്ളത്. 8.5 ഏക്കർ സ്ഥലത്ത് വളരെ മാതൃകാപരമായി കൃഷി ചെയ്യുന്നതിലൂടെ, കൃഷി എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്, നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരമാണ്, അത് നമ്മുടെ ഒരു ഉപജീവനമാണ്, അത് നമ്മൾ എല്ലാവരും പിന്തുടരേണ്ടതാണെന്നുള്ളൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നത് പ്രിയപ്പെട്ട ശ്രീ അരുൺ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനൊരു മാതൃകയായി. മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയ സോമൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നു കേരളീയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് അരിയാഹാരം. അതിന്നിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് പച്ചക്കറിയും അരിയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നപ്പോൾ അതിനെല്ലാം മാതൃകയായിട്ടാണ് ഇന്ന് എടക്കാട്ടുവയൽ പഞ്ചായത്തിലെ ഈ പ്രദേശത്തെ സൗഹൃദ കൂട്ടായ്മയിലൂടെ ഇന്നിവിടുത്തെ പ്രിയപ്പെട്ട അംഗങ്ങളെല്ലാവരും ചെയ്യുന്ന കൃഷിയുടെ ഉത്സവം ഒരുക്കിയിരിക്കുന്നത്. ഇത് എല്ലാ പഞ്ചായത്തുകാർക്കും ഒരു മാതൃകയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഞാൻ ഈ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ഡ്രോൺ ഉപയോഗിച്ച് വിത്ത് വിതയ്ക്കുന്നതുൾപ്പെടെ പഞ്ചായത്തിൽ ആധുനിക കൃഷിരീതികൾ പരീക്ഷിച്ച കൂട്ടായ്മയാണിതെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി കെ പൗലോസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ജയകുമാർ, പഞ്ചായത്ത് മെമ്പർമാരായ മായ സജി, സാലി പീറ്റർ, എൽദോ ചാക്കോ ജോഷി, ആദർശ് സജികുമാർ, സന്ധ്യ സന്തോഷ്, ഷിജി സുരേഷ്, സവിത സോംകുമാർ, പാടശേഖര സമിതി സെക്രട്ടറി ബോബൻ കുര്യാക്കോസ്, പാടശേഖര സമിതി പ്രസിഡന്റ് സുരേഷ് കടവത്താനിക്കൽ, കൃഷി ഓഫീസർ ഗോപിക, നവചേതന കലാസമിതി പ്രസിഡന്റ് രാജു ER, വെളിയനാട് ഗ്രാമീണ വായനശാല സെക്രട്ടറി KK ശശിധരൻ, ഊരകം സോഷ്യൽ സർവീസ് ലീഗ് പ്രസിഡന്റ് OP ജോസഫ്, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ശരിക്കും ലാഭകരമല്ല എങ്കിൽ പോലും ഇതിന്റെ വിളവെടുപ്പ് സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം, അതാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ കൃഷി കർഷകർ, അതുപോലെ തന്നെ കർഷക തൊഴിലാളി എല്ലാവരെയും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ആധുനിക ലോകം, പ്രത്യേകിച്ച് ആധുനിക യുവത കൃഷിയിലേക്ക് ഇറങ്ങുകയും അതുപോലെ തന്നെ കൃഷിയെയും മറ്റ് അനുബന്ധ ഘടകങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഇത്തരം വലിയ കൂട്ടായ്മകൾ എല്ലാ സ്ഥലങ്ങളിലും സംഘടിപ്പിക്കുന്ന ഒരു പ്രത്യേകത ഇപ്പോൾ കാണുന്നുണ്ട്. തുടങ്ങി വെച്ചത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞങ്ങളെല്ലാവരും ഏതാണ്ട് 21 പേരോളം ചേർന്ന ഞങ്ങളുടെ ഈ സുഹൃത്ത് സംഘം അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ഇന്ന് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുക. ഇത് ഭംഗിയായി പൂർത്തീകരിക്കുന്നതിന് എല്ലാവരെയും വലിയ പിന്തുണ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പിറവം. ഉമ്മി വരാണ്ട് നെയ്ക്കിനോട് മിണ്ടില്ല. ശരിക്കും രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനപ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.